ഏറ്റവും എഫക്റ്റീവായ ബൈസെപ്പ് എക്സർസൈസും ഒട്ടും എഫക്റ്റീവ് അല്ലാത്ത ബൈസെപ്പ് എക്സർസൈസും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എഫക്റ്റീവ് അല്ലാത്ത എക്സർസൈസ് ഒന്നും ചെയ്ത് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യേണ്ട. ഈ വീഡിയോയിൽ ഞാൻ 12 ബൈസെപ്പ് എക്സർസൈസുകളാണ് റാങ്ക് ചെയ്യാൻ പോകുന്നത്. എസ് ലെവലിലുള്ളത് ഏറ്റവും എഫക്റ്റീവ് ആയതും എഫ് ലെവലിലുള്ളത് ഒട്ടും എഫക്റ്റീവ് അല്ലാത്തതും ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു നല്ല ബൈസെപ്പ് എക്സർസൈസ് ഏതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. 1. നല്ല സ്ട്രെച്ചും ടെൻഷനും ഉള്ള എക്സർസൈസ് ആയിരിക്കണം. 2. എക്സർസൈസ് ചെയ്യുമ്പോൾ ഇഞ്ചുറി ഒന്നും വരാത്ത എക്സർസൈസ് ആയിരിക്കണം. 3. ഡീസൻ്റ് ആയിട്ട് പ്രോഗ്രഷൻ ഓവർലോഡ് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസും ആയിരിക്കണം. ഈ 3 കാര്യങ്ങളും ശരിയാണെങ്കിൽ അതൊരു നല്ല ബൈസെപ്പ് ബിൽഡിംഗ് എക്സർസൈസ് ആണ്. അപ്പോൾ ആദ്യത്തെ എക്സർസൈസ് ഡംബൽ കേൾ ആണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബൈസെപ്പ് എക്സർസൈസിൽ ഒരെണ്ണമാണിത്. ആവശ്യത്തിന് സ്ട്രെച്ചും നല്ല ടെൻഷനും കിട്ടും. പിന്നെ ചെയ്തു വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് പ്രോഗ്രഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സർസൈസും കൂടിയാണിത്. അതുകൊണ്ട് ഞാൻ ഇതിന് എസ് റാങ്ക് കൊടുക്കുകയാണ്. രണ്ടാമത്തേത് ബാർബൽ കേൾ ആണ്. ഡംബൽ കേൾസിന്റെ അതേ എഫക്റ്റ് തന്നെയാണ് ബാർബൽ കേളിനും. പക്ഷേ ബാർബൽ കേൾ ചെയ്യുമ്പോൾ മസിൽ ഇംബാലൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഡംബൽ കേൾസ് ആണെങ്കിൽ നമുക്ക് 2 കൈയിലും സെപ്പറേറ്റ് ട്രെയിൻ ചെയ്യാം. പക്ഷേ ഡംബൽ കേളിനേക്കാളും പെട്ടെന്ന് പ്രോഗ്രഷൻ ഓവർലോഡ് ചെയ്യാൻ പറ്റുന്നത് ബാർബൽ കേളിനാണ്. പിന്നെ ഓൾമോസ്റ്റ് സെയിം ഇഫക്റ്റ് ആയതുകൊണ്ട് ബാർബൽ കേളിന് എ റാങ്ക് കൊടുക്കുകയാണ്. മൂന്നാമത്തേത് കോൺസെൻട്രേഷൻ കേൾ. ബൈസെപ്സിന് കൂടുതൽ ഐസൊലേഷനും പിന്നെ കൂടുതൽ മൈൻഡ് മസിൽ കണക്ഷനും കിട്ടുന്ന ഒരു എക്സർസൈസ് ആണിത്. കൂടാതെ നല്ല സ്ട്രെച്ചും ടെൻഷനും കിട്ടും. പിന്നെ ചെയ്യാനും വളരെ സിമ്പിളാണ്. പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ വളരെ നല്ലൊരു എക്സർസൈസ് ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ കേളിന് എസ് റാങ്ക് കൊടുക്കുകയാണ്. നാലാമത്തേത് ഈസി ബാർ കേൾ. ഇത് ബാർബൽ കേൾ പോലെയാണ്. ആകെ ഉള്ളൊരു വ്യത്യാസം W ഷേപ്പുള്ള ബാർ ആയതാണ്. ഇതിന്റെ ഗുണം എന്തെന്ന് വെച്ചാൽ ബാർബലിന്റെ ബാർ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നമ്മുടെ വ്രിസ്റ്റിന് കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരും. പക്ഷേ ഈസി ബാറിലാണെങ്കിൽ ആംഗിൾഡ് ഗ്രിപ്പ് ആയതുകൊണ്ട് കേൾ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ സ്ട്രെച്ചും ടെൻഷനും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഈസി ബാർ കേളിന് എ റാങ്ക് കൊടുക്കാം. അഞ്ചാമത്തേത് ഹാമർ കേൾസ്. ഇത് ഡംബൽ കേൾസിന്റെ വേറൊരു വെർഷനാണ്. ന്യൂട്രൽ ആയിട്ടുള്ള ഗ്രിപ്പിൽ പിടിച്ചിട്ട് നേരെ ലിഫ്റ്റ് ചെയ്യുന്നതാണ് ഹാമർ കേൾസ്. ഇത് ബ്രേക്കിയാലിസ് എന്ന് പറയുന്ന മസിലാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ബൈസെപ്സിനും ട്രൈസെപ്സിനും ഇടയിൽ ഒരു മസിലുണ്ട്, അതാണ് ബ്രേക്കിയാലിസ്. ബ്രേക്കിയാലിസ് ടാർഗറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല എക്സർസൈസ് ആണിത്. പക്ഷേ വളരെ കൺട്രോൾഡ് ആയിട്ട് ചെയ്യണം. ഓവറോൾ നല്ലൊരു എക്സർസൈസ് ആണ്. ഇതിനൊരു ബി റാങ്ക് കൊടുക്കാം. ആറാമത് റിവേഴ്സ് ഈസി ബാർ കേൾ. ഇത് ഹാമർ കേൾസിന്റെ ബാർ വെച്ചിട്ടുള്ള വെർഷനാണ്. സെയിം എഫക്റ്റ് തന്നെയാണ്. ബ്രേക്കിയാലിസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഹാമർ കേൾസിന്റെ അത്ര എഫക്റ്റീവ്നെസ് ഇതിന് വരത്തില്ല. അതുകൊണ്ട് ഇതിന് ഞാനൊരു സി റാങ്ക് കൊടുക്കുകയാണ്. ഏഴാമത് സ്ട്രിക്റ്റ് കേൾ ആണ്. ഇത് ബാർബെൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈസി ബാർ വെച്ചിട്ടോ ചെയ്യാം. ചുവരിൽ ചേർന്ന് നിന്നിട്ട് വേണം ഇത് ചെയ്യാൻ. സാധാരണ ചെയ്യുന്ന കേൾ എക്സർസൈസിൽ നിന്നും വളരെ പാടാണ് ഈ എക്സർസൈസ് ചെയ്യാൻ. കാരണം നമ്മുടെ ബോഡി കൂടുതൽ അനക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നോർമൽ ആയിട്ടുള്ള കേൾസിനേക്കാൾ ബെറ്റർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ട് ഇതും ഞാനൊരു സി റാങ്ക് കൊടുക്കുകയാണ്. എട്ടാമത് ഡ്രാഗ് കേൾസ് ആണ്. ഇത് ഡംബൽസ് വെച്ചിട്ടോ ബാർബെൽസ് വെച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്യാം. ഇത് ചെയ്യേണ്ടത് നമ്മൾ കേൾ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഈ എക്സർസൈസിന് വലിയ എഫക്റ്റ് ഒന്നും ഇല്ല, ചെറിയ എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന് ഞാൻ ഡി റാങ്ക് കൊടുക്കുകയാണ്. ഒമ്പതാമത് വെയിറ്റർ കേൾ. ഇത് നിങ്ങൾക്ക് ഒരു ഡംബല് വെച്ചിട്ട് ഇങ്ങനെ കേൾ ചെയ്യുന്നതിനെയാണ് വെയിറ്റർ കേൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്ക് എക്യുപ്മെന്റ്സ് ഒന്നും അധികം ഇല്ലെങ്കിൽ ചെയ്യാൻ നല്ലൊരു എക്സർസൈസ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ഡംബല് മാത്രമാണ് ഉള്ളതെങ്കിൽ ഈ രീതിയിലൊക്കെ ചെയ്തു നോക്കാം. അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് ചെറിയ ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനും ഞാനൊരു ഡി റാങ്ക് കൊടുക്കുകയാണ്. പത്താമത് ലയിങ് ഡംബൽ കേൾ. ഇത് ഇങ്ങനെ ഒരു ബെഞ്ചിൽ കിടന്നിട്ട് ഇതുപോലെ കേൾ ചെയ്യുന്നതാണ് ഈ എക്സർസൈസ്. ബൈസെപ്സിന് നല്ല സ്ട്രെച്ച് കിട്ടുന്ന ഒരു എക്സർസൈസ് ആണ്. അതുപോലെ തന്നെ വളരെ പാടാണ് ഈ എക്സർസൈസ് ചെയ്യാൻ. പിന്നെ ഷോൾഡർ ഇഞ്ചുറി ഉള്ളവർ ഈ എക്സർസൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഷോൾഡറിന് നല്ല പ്രഷർ വരുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഒരു നല്ല എക്സർസൈസ് ആണ്. നമ്മുടെ ബൈസെപ്സിന് നല്ല പമ്പൊക്കെ കിട്ടും. അതുകൊണ്ട് ഇതിന് ഞാനൊരു എ റാങ്ക് കൊടുക്കുകയാണ്. 11ാമത് 21s ആണ്. ഇതൊരു വെറൈറ്റി എക്സർസൈസ് ആണ്.
ഇത് ചെയ്യേണ്ടത് ഒരു ഈസി ബാർ അല്ലെങ്കിൽ ബാർബെല്ല് വെച്ചിട്ട് ആദ്യം 7 റെപ്പറ്റീഷൻ ഷോർട്ടൻഡ് പാർഷ്യൽസ് ചെയ്യണം. അതായത് ഇതുപോലെ മിഡിലിൽ വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് ഫുൾ താഴാൻ പാടില്ല, മിഡില് വരെ താഴാവൂ. അത് കഴിഞ്ഞ് ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ 7 റെപ്പറ്റീഷൻ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് 7 റെപ്പറ്റീഷൻ ലെങ്തൻഡ് പാർഷ്യൽസ് ചെയ്യണം. ഇത് താഴേന്ന് മിഡില് വരെ ലിഫ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ 21 റെപ്പറ്റീഷൻ നോൺ സ്റ്റോപ്പ് ആയിട്ട് ചെയ്യണം. അതാണ് 21s. നമ്മുടെ ബൈസെപ്സ് നന്നായിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു എക്സർസൈസ് ആണ്. അതുകൊണ്ട് ഇതിനും എ റാങ്ക് കൊടുക്കാം. അവസാനത്തേത് ഫ്ലാറ്റ് ബെഞ്ച് കേൾ. ഇതാണ് ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും മോശമായ എക്സർസൈസ്. കൈ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നല്ല സ്ട്രെച്ച് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കേള് ചെയ്യുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. പിന്നെ നല്ല പാടാണ് ഇത് ചെയ്യാൻ. ഒട്ടും സ്യൂട്ടബിൾ അല്ലാത്തത് കൊണ്ട് എഫ് റാങ്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ്. ഏറ്റവും ടോപ്പിലുള്ളതാണ് മോസ്റ്റ് എഫക്റ്റീവ് എക്സർസൈസ്. ഏറ്റവും താഴെ ഉള്ളതാണ് ഒട്ടും എഫക്റ്റീവ് അല്ലാത്ത എക്സർസൈസ്. എല്ലാ എക്സർസൈസിനും അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട്. പക്ഷേ ഓവറോൾ എഫക്റ്റീവ്നെസ് നോക്കിയിട്ടാണ് ഇത് റാങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.